പി.വി. ഷാജികുമാറിന്റെ മരണവംശം ആരംഭിക്കുന്നത് പേത്താളങ്കാനവും മൈത്താണിക്കാടും പാലോറും പാലോർ പുഴയും അടങ്ങുന്ന ഏർക്കാനയെ നമുക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ബ്രിട്ടീഷുകാരുടെ വസ്ത്രങ്ങൾ മാത്രം മോഷ്ടിച്ചിരുന്ന കള്ളൻ കോമൻ ഏർക്കാനയിൽ ഒരു വലിയ മോഷണം നടത്തുന്നു. അയാൾ അന്ന് മോഷ്ടിച്ച സ്വർണവും പണവും ഒന്നും ഏർക്കാനയ്ക്ക് പുറത്തേക്ക് പോയില്ല. അത് പകയുടെയും ചതിയുടെയും കൊലയുടെയും രൂപത്തിൽ അയാൾ അവിടെ തന്നെ കുഴിച്ചിട്ടു. ഒരു കാലത്ത് സൗഹൃദത്തിന്റെ പാൽപ്പുഴ പോലെ ഒഴുകിയിരുന്ന പാലോർ പുഴ എപ്പോഴോ കോമൻ നായരും ജാനകിയും വിതച്ച പകയുടെ വിത്തുകളിൽ ചോര പോലെ ചുവന്നൊഴുകാൻ തുടങ്ങി. ഗ്രാമവിശുദ്ധിയുടെ ഗന്ധം മാഞ്ഞു. അവിടെ വെടിയുടെയും പുകയുടെയും ഗന്ധം നിറഞ്ഞു. മനുഷ്യന്റെ കഥ മാത്രമല്ല മരണവംശം പറയുന്നത്. ഏർക്കാനയിലെ സകല ചരാചരങ്ങളുടെയും ദൈവങ്ങളുടെയും തെയ്യത്തിന്റെയും കഥ കൂടിയാണ് മരണവംശം. പകയുടെയും ആണത്വത്തിന്റെയും മേമ്പൊടിയിൽ കഥ പറയുമ്പോഴും കഥാഗതിയെ നിയന്ത്രിക്കുന്നത് സതിയുടെയും നളിനിയുടെയും പ്രണയവും മറ്റു സ്ത്രീ കഥാപാത്രങ്ങളുടെ ചിന്താഗതിയുമാണ്. കാസർഗോഡിന്റെ കൃത്യമായ രാഷ്ട്രീയം പറയുന്ന മരണവംശം ഒരു പക്ഷത്തിന്റെ കഥയല്ല പറയുന്നത്. ഇരുപക്ഷത്തിന്റെയും നേരും നെറിയും നെറിയില്ലായ്മയും കൃത്യമായി പറഞ്ഞു പോകുന്നുണ്ട് മരണവംശം. കാസർഗോഡൻ ഭാഷയുടെ സൗന്ദര്യവും കഥാപാത്രങ്ങൾ തമ്മിലുള്ള മാനസിക അടുപ്പവും മികച്ച ഒരു വായനാനുഭവം സമ്മാനിക്കും.